നമ്മൾ കുറച്ച് ദിവസമായിട്ട് നീറ്റില് ടോപ്പ് സ്കോറേഴ്സ് ആയിട്ടുള്ള റേസ് ഏഗൻ സ്റ്റുഡൻസിന്റെ വിശേഷങ്ങൾ കേട്ടോണ്ടിരിക്കുകയായിരിക്കും. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് എയിംസ് റിപ്പീറ്റേഴ്സ് ബാച്ചിൽ പഠിച്ച പുണ്യാണ്. പുണ്യ ഓൾറെഡി കഴിഞ്ഞ നീറ്റ് എക്സാമിൽ അത്യാവശ്യം നല്ല മാർക്ക് സ്കോർ ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു അച്ചീവ്മെന്റിൽ റേസ് പ്രൗഡായിട്ടാണുള്ളത്. അപ്പോൾ നമുക്ക് പുണ്യയുടെ വിശേഷങ്ങൾ കേട്ടാലോ. നമ്മൾ ഓൾറെഡി കുറച്ചധികം ദിവസങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് ഈ കഴിഞ്ഞ നീറ്റ് എക്സാമിൻ്റെ സ്കോർ നോക്കിയല്ലോ അല്ലേ. അപ്പോൾ ആൻസർ ചെക്ക് ചെയ്ത സമയത്ത് ഇത്ര സ്കോറാണ് നമുക്ക് കിട്ടിയത് എന്നുള്ളത് മനസ്സിലായല്ലോ. അപ്പോൾ എന്താണ് ഫീൽ ചെയ്തത്? എക്സാം ഹാളിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ എനിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ച സ്കോറിലേക്ക് എത്താൻ പറ്റുമോ എന്ന്. ഞാൻ നീറ്റിൻ്റെ സ്കോർ നോക്കിയപ്പം നല്ല സ്കോറാണ്. ഞാൻ വിചാരിച്ച സ്കോറിലേക്ക് എനിക്ക് എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നു. എക്സാം കഴിഞ്ഞിട്ട് ഞാൻ റേസിലേക്കാണ് വന്നത്. ഇവിടെ നിന്നാണ് ഞാൻ കീ നോക്കിയപ്പം നല്ല സ്കോറാണ്. അപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി. ഞാൻ സാറുമാരോടൊക്കെ പറഞ്ഞ് പിന്നെ വീട്ടിലേക്ക് പോയത്. ഞാൻ വിചാരിച്ച കോളേജിൽ തന്നെ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ചപ്പോൾ ഒക്കെ അവർക്കും അവർ വിചാരിച്ച സ്കോറിലേക്ക് എത്താൻ പറ്റിയെന്ന് ഞാൻ അറിഞ്ഞു. സാറുമാരൊക്കെ കണ്ടു. അന്ന് ഇവിടെ ഭക്ഷണം ഉണ്ടായിരുന്നു. നല്ല ഹാപ്പി ആയിരുന്നു. അന്ന് എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു. ഈ ഡോക്ടർ ആവുക എന്നുള്ള ആഗ്രഹം കുഞ്ഞിലേ മുതൽ ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ ആരെങ്കിലും നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് ചൂസ് ചെയ്തതായിരുന്നോ? ഞാൻ ഡോക്ടർ ആവുക എന്നുള്ളത് എൻ്റെ ചെറുപ്പത്തിലുള്ള ആഗ്രഹമൊന്നുമല്ല. എനിക്ക് കുറച്ചൊരു 10th ഒക്കെ എത്തിയപ്പോഴാണ് ഒരു അംബീഷൻ വേണം. അപ്പം തന്നെ ഞാൻ ചൂസ് ചെയ്തു ഡോക്ടർ തന്നെ മതി. എൻ്റെ അമ്മക്കൊക്കെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു ഡോക്ടർ ആക്കണം എന്നുള്ളത്. അങ്ങനെയാണ് ഞാൻ അങ്ങോട്ട് എത്തുന്നത്. എൻ്റെ കസിൻസ് ഡോക്ടറായിട്ട് അവരാ സ്റ്റെത്തും കോട്ടും ഒക്കെ ഇട്ട് വരുമ്പോൾ ആ ഒരു പ്രൗഡ് മൊമെന്റ് അത് എനിക്കും വേണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ ഒരു ഇത്രയും വലിയൊരു കോമ്പറ്റീറ്റീവ് എക്സാമിന് ആ ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ട് ആ ഒരു സപ്പോർട്ട് സിസ്റ്റമായിട്ട് റേസ് എന്തുകൊണ്ടായിരുന്നു ചൂസ് ചെയ്തത്? ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കസിൻസ് ഒക്കെ ഇവിടെ പഠിച്ചതാ. ഇവിടെ പഠിച്ച ഡോക്ടർ ആവുന്നുള്ള ഒരു ഉറപ്പ് അവരിലൂടെ ഞാൻ കണ്ടു. അപ്പം ഒന്നും നോക്കിയില്ല, റേസിൽ തന്നെ വന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മുടെ കുറച്ച് കാലമായിട്ട് റേസിന്റെ കൂടെ ഉള്ള ഒരാളാണ്. എങ്ങനെ ഉണ്ടായിരുന്നു അക്കാഡമിക്സും ഒക്കെ മൊത്തത്തിൽ എങ്ങനെ ഫീൽ ചെയ്തു? ആദ്യമൊക്കെ നമുക്ക് ഫുൾ തിയറി ആണല്ലോ എടുക്കുന്നത്. തിയറി കംപ്ലീറ്റ് ആയി. എന്നും ഡെയിലി എക്സാംസ് ഉണ്ടായിരുന്നു. അത് നല്ലതായിരുന്നു. നമ്മൾ അന്ന് പഠിച്ചത് അന്ന് തന്നെ ക്വസ്റ്റ്യൻസ് കാണും. ആ ഒരു പാറ്റേൺ എന്താണെന്ന് മനസ്സിലാവും. നമുക്ക് എവിടെയാ വീക്ക് പോയിന്റ് എവിടെയാന്ന് അത് നമുക്ക് അപ്പം തന്നെ മനസ്സിലാകും. തിയറി കംപ്ലീറ്റ് ആയതിനു ശേഷം നമുക്ക് മൊഡ്യൂൾസ് സ്റ്റാർട്ട് ചെയ്തു. മൊഡ്യൂൾസ് ആദ്യമൊക്കെ കുറച്ച് ടഫായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ മനസ്സിലായി ഈ ഒരു ലെവൽ നമ്മൾ ആദ്യം പഠിച്ചെത്തണം. അപ്പം ആ ഒരു ലെവലിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കുറച്ച് ഹാർഡ് വർക്ക് ചെയ്തു. പിന്നെ ഫുൾ ടോപ്പിക്ക് തുടങ്ങി. അപ്പോൾ ഫുൾ ടോപ്പിക്കിൽ ഞാൻ വിചാരിച്ച സ്കോർ എനിക്ക് എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വർക്ക് ചെയ്തിട്ടാണ് ആ ഒരു വിചാരിച്ച സ്കോറിലേക്ക് കൊണ്ടുവരാൻ പറ്റിയത്. അവസാനമൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു കോൺഫിഡൻസിലേക്ക് വന്നു. എനിക്ക് പറ്റും, എനിക്ക് കിട്ടും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. റേസിന്റെ ഏറ്റവും വലിയൊരു മെറിറ്റ് എന്ന് പറയുമ്പോൾ റേസിന്റെ ആ ഒരു സിസ്റ്റം തന്നെയാണ്. ഇപ്പോൾ ഡയറക്ടേഴ്സ് ആണെങ്കിലും ഡയറക്റ്റ്ലി വന്ന് അപ്രോച്ച് ചെയ്യാറുണ്ട്. ഫാക്കൽറ്റീസ്, മെറ്റീരിയൽസ്, എടുത്തു പറയാനുള്ള ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ്, അതേപോലെ മെന്റേഴ്സിന്റെ സപ്പോർട്ട് ആണെങ്കിലും ഇതൊക്കെ മോൾക്ക് ഈ ഒരു ജേർണിയിൽ എത്രത്തോളം ഹെൽപ്ഫുൾ ആയിരുന്നു? സാറുമാരെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള സാറുമാരായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ പെർട്ടിക്കുലർ ആയിട്ട് ഏതെങ്കിലും ഒരു ചെറിയ മണ്ടത്തരമായാൽ പോലും അവരോട് ചോദിച്ചാൽ അവർ നല്ല രീതിയിൽ അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവർ പറഞ്ഞു തരും. വലിയ ഡൗട്ട് ചോദിക്കുന്നതിലും ഈ ചെറിയ ഡൗട്ടുകളൊക്കെയാണ് നമുക്ക് ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ അവർ നന്നായി പറഞ്ഞു തരുമായിരുന്നു. പിന്നെ ഡൗട്ട് ക്ലിയറൻസ് പറയുമ്പം നമുക്കൊരു പെർട്ടിക്കുലർ സാറിനെ വേണമെന്ന് പറഞ്ഞാൽ അതെന്തായാലും ആ സാറ് തന്നെ നമുക്ക് കിട്ടുമായിരുന്നു. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു. DLP ഒക്കെ എപ്പോഴും വരുമായിരുന്നു. ഞങ്ങൾ അങ്ങനെയും സാറ് കൊണ്ടു നടന്നിട്ടുണ്ടായിരുന്നു. സാറിൻ്റെ എന്താ പറയുക, സാർ അത്രയോ ഞങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മെൻറ്റേഴ്സ് ആണെങ്കിൽ പോലും നമുക്ക് എന്തെങ്കിലും ടെൻഷനും ഒക്കെ ഉണ്ടെങ്കിൽ അവരെ അപ്രോച്ച് ചെയ്താൽ അവരങ്ങ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത് നമുക്ക് കിട്ടും എന്നുള്ള രീതിയിൽ നമ്മൾ അങ്ങനെ എത്തിക്കുമായിരുന്നു. എല്ലാം ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അപ്പൊ നമ്മുടെ റേസിന്റെ മെറ്റീരിയൽസ് എത്രത്തോളം യൂട്ടിലൈസ് ചെയ്തു? ഞാൻ ഇപ്പോൾ നീറ്റ് എഴുതി വന്നതിന് ശേഷം ഞാൻ കണ്ട ക്വസ്റ്റ്യൻസ് തന്നെ ആയിരുന്നു നമ്മളെ എക്സാമിന് വന്നത്. ഇപ്പം
മെറ്റീരിയൽ ആണെങ്കിലും എയിംസ് മെറ്റീരിയൽ ആണെങ്കിൽ അതിലെല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പക്ക നീറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസും അതിൻ്റെ തിയറിയും ഒക്കെ നമ്മുടെ മെറ്റീരിയൽ ഉണ്ടായിരുന്നു. പെർട്ടിക്കുലറി പറയുകയാണെങ്കിൽ ഫിസിക്സ് നല്ല മെറ്റീരിയൽ ആണ്. അതിൽ നിന്ന് നമ്മൾ ചെറിയ ഷോർട്ട് നോട്ട് ഉണ്ടാക്കുമ്പോൾ നമുക്ക് നല്ല യൂസ്ഫുൾ ആവും. അതിൽ നിന്ന് വേറെ പുറത്തേക്ക് പോകേണ്ട ഒരു ആവശ്യമില്ല, അതിൽ തന്നെ എല്ലാം ഉണ്ട്. പിന്നെ എയിംസ് മെറ്റീരിയൽ വെച്ച് പറയുകയാണെങ്കിൽ ടോപ്പ് ടു ബോട്ടം ലെവലുള്ള ടഫ്നെസ്സും ഈസിനെസ്സും ഒക്കെ നമുക്ക് അതിൽ തന്നെ ഉണ്ട്. തിയറി ആണെങ്കിൽ പോലും അതിൻ്റെ എക്സാമ്പിൾസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ആ ടോപ്പിക്കിനെ നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നതായിരുന്നു. പിന്നെ ഇവിടുത്തെ എക്സാംസ് ഡെയിലി എക്സാംസ് ആണെങ്കിൽ അന്ന് പഠിച്ചത് അന്ന് തന്നെ തിയറി പഠിച്ച് പെർട്ടിക്കുലർ ടോപ്പിക്കിനെ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഞാനിത് പഠിച്ചതാണല്ലോ, എനിക്കിത് ചെയ്യാൻ പറ്റുന്നുള്ള രീതിയിലേക്ക് എത്തി. പിന്നെ മൊഡ്യൂൾസ് വന്ന് മൊഡ്യൂൾസിലൊക്കെ മെൻറ്റർ ബേസ്ഡ് ആയിരുന്നു മൊഡ്യൂൾസ്. അപ്പം നമ്മൾ മെൻറ്റർ നന്നായി ചെയ്ത് എന്തായാലും ഇത് അറിയുന്ന ക്വസ്റ്റ്യൻ ആണ്, അതെന്തായാലും കിട്ടണം എന്നുള്ള രീതിയിലേക്ക് അത്രയും പ്രാക്ടീസ് ചെയ്യായിരുന്നു. റേസിനെ പറ്റിയും ഡയറക്ടേഴ്സിനെ പറ്റിയിട്ടും പറയുന്ന സമയത്ത് കണ്ണ് നിറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചു. അപ്പോൾ അത്രത്തോളം തന്നെ ഇൻഫ്ലുവൻസ് ചെയ്തു എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. മോളുടെ ആ ഒരു ജേണിയിൽ ഞങ്ങൾക്ക് അത്രത്തോളം കൂടെ നിൽക്കാൻ പറ്റിയതിൽ. അപ്പോൾ ഈ ഒരു പ്രിപ്പറേഷൻ സമയത്ത്, എക്സാമിൻ്റെ പ്രിപ്പറേഷൻ സമയത്ത് ഏത് സബ്ജക്റ്റ് ആയിരുന്നു കൂടുതൽ ബുദ്ധിമുട്ടിച്ചത്? എനിക്ക് കെമിസ്ട്രി ആയിരുന്നു കുറച്ച് ടഫായിട്ടുള്ളത്. ഓർഗാനിക് ഒക്കെ എനിക്ക് നല്ല ടഫായിരുന്നു. എനിക്ക് മുന്നേക്കെ ക്വസ്റ്റ്യൻ തന്നാൽ അതെന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലേ. പിന്നെ കുറേ പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഓർഗാനിക് ഒന്ന് ക്യാച്ച് ചെയ്തത്. പിന്നെ ഫിസിക്കലൊക്കെ എനിക്ക് ഫിസിക്കൽ ആദ്യം ഇഷ്ടമായിരുന്നു. അപ്പം അത് എത്ര ടഫായാലും ആ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്യണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അങ്ങനെ കെമിസ്ട്രിയിലേക്ക് എത്തിയത്. പിന്നെ ഇനോർഗാനിക് പറയുമ്പം ഇനോർഗാനിക് ബയോളജി പഠിക്കുന്ന കാര്യം തന്നെ വായിച്ച് പഠിച്ചതാണ്. ഓരോ ലൈനും അണ്ടർലൈൻ ചെയ്ത് അതിനൊരു ഷോർട്ട് നോട്ട് ഉണ്ടാക്കി അത് വീണ്ടും പഠിച്ച് അങ്ങനെയായിരുന്നു. കെമിസ്ട്രി ആയിരുന്നു അപ്പോൾ കൂടുതലായിട്ട് ഡിഫിക്കൽട്ട്? അപ്പോൾ ഈസി ഏതായിരുന്നു? ഈസി ബയോളജി. അഫ്കോഴ്സ് ബയോളജി ആയിരുന്നു എനിക്ക് ബയോളജി നല്ല ഇഷ്ടമായിരുന്നു. സുവോളജി എനിക്ക് തെറ്റിയ സങ്കടമായിരുന്നു. അറിയുന്നതാണല്ലോ തെറ്റിച്ചത് എന്നുള്ള ഒരു റിഗ്രറ്റ് വരുമായിരുന്നു. അപ്പോൾ തെറ്റിക്കുന്നത് വീണ്ടും വായിക്കുമായിരുന്നു. പിന്നെ ബോട്ടണി എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ ചില ചാപ്റ്റേഴ്സ് കുറച്ച് ടഫാണ്. അപ്പം അതിലേക്ക് വീണ്ടും പഠിക്കുമായിരുന്നു. പിന്നെ സാറുമാരൊക്കെ നല്ല സപ്പോർട്ടാണ്. ബോട്ടണിയൊക്കെ നല്ല ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് ചോദിച്ചാൽ ഒന്ന് മാറിപ്പോവും. അപ്പോൾ അതൊക്കെ സാറുമാർ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഓരോ സബ്ജക്ട് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എങ്ങനെയാണ് പുണ്യ ഓരോ സബ്ജക്റ്റിനെ അപ്രോച്ച് ചെയ്തത്? ഫിസിക്സ് ആണെങ്കിൽ ഞാൻ ഷോർട്ട് നോട്ട് ഉണ്ടാക്കിക്കായിരുന്നു. ആ ഷോർട്ട് നോട്ട് എനിക്ക് ഏറ്റവും അതാണ് എന്നെ ഒരു നീറ്റിലേക്ക് എത്തിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ഷോർട്ട് നോട്ടാണ്. എനിക്ക് ഏതാണ് മിസ്റ്റേക്ക് വരുന്നത് അത് അതിലേക്ക് കൂട്ടിച്ചേർത്ത് അതൊരു അത്യാവശ്യം വലിയൊരു ബുക്കായിട്ട് മാറിയിട്ടുണ്ട്. അതാണ് ഫിസിക്സിൽ എനിക്ക് ഏറ്റവും ഹെൽപ്പ് ചെയ്തത്. ഇപ്പം നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ ഇതൊക്കെ അറിയാത്ത സാധനമാണല്ലോ, ഞാൻ തീരെ കണ്ടിട്ടില്ല എന്ന് തോന്നുന്ന തിയറി ആണെങ്കിൽ അത് ഞാൻ അപ്പം എൻ്റെ ഷോർട്ട് നോട്ടിലേക്ക് എഴുതുമായിരുന്നു. അങ്ങനെ തന്നെ കെമിസ്ട്രി, ഫിസിക്കലും അങ്ങനെയാണ് ചെയ്തത്. ഓരോന്നും അറിയാത്തത് ഷോർട്ട് നോട്ടിലേക്ക് മാറ്റും. വീണ്ടും റിവൈസ് ചെയ്യുന്നതൊക്കെ ഷോർട്ട് നോട്ടാണ്. കെമിസ്ട്രി, ഓർഗാനിക് ഞാൻ ഷോർട്ട് നോട്ട് ഉണ്ടാക്കാൻ പോയില്ലേ, കാര്യമില്ല. NCERT തന്നെ പഠിച്ചാൽ മതി. NCERTയിലെ ഓരോ ലൈനും അതിൽ ഓരോ ഇൻ്റർമീഡിയറ്റ്സ് ഒക്കെ ഇമ്പോർട്ടൻ്റ്, അപ്പോൾ അതന്നെ പഠിക്കുക. പിന്നെ ബയോളജി NCERT അങ്ങ് വായിക്കുക, നന്നായി വായിക്കുക. ഓരോ ലൈൻസും അതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. വായിച്ച് പോവുക. നമ്മുടെ നീറ്റ് വേവ് എക്സാം അറ്റൻഡ് ചെയ്തിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു നീറ്റ് വേവ്? ഈ ഒരു ജേർണിയിൽ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സാം ആയിട്ടാണ് നീറ്റ് വേവ് കണ്ടക്ട് ചെയ്തത്. അപ്പൊ ആ ഒരു എക്സാം എത്രത്തോളം ഹെൽപ്പ് ചെയ്തു? നീറ്റിന്റെ ഒരാഴ്ച മുന്നേ ആയിരുന്നു നീറ്റ് വേവ് നടത്തിയിരുന്നത്. അപ്പൊ ആ ഒരു ടെൻഷനിലും ആ ഒരു സ്ട്രെസ്സിലൊക്കെ നമ്മൾ പോയി എഴുതുമ്പോൾ ഞാനൊരു നീറ്റ് എഴുതി എന്നുള്ളൊരു തോന്നൽ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ വരി നിന്ന് കയറി എല്ലാം അടിപൊളിയായിരുന്നു. പക്ക നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നിരുന്നത്. നമുക്ക് ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ആയിരുന്നു അതിലുണ്ടായിരുന്നു. പുണ്യ അപ്പോൾ ഒരു വലിയൊരു അച്ചീവ്മെന്റ് ഒക്കെ കിട്ടി ഇങ്ങനെ ഈ ഒരു ജേർണീൻ്റെ എൻഡിലെത്തി നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു ജേർണീൻ്റെ സ്റ്റാർട്ടിങ്ങിലുള്ള പുണ്യയുടെ പ്രിപ്പറേഷൻ സ്റ്റൈൽസും അതേപോലെ മെത്തേഡ്സും ലാസ്റ്റിലേക്ക് വരുന്ന സമയത്ത് തീർച്ചയായിട്ടും മാറിയിട്ടുണ്ടാവും. അപ്പോൾ ലാസ്റ്റിൽ എത്തുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യലും ഞാൻ തുടക്കത്തിൽ ഇങ്ങനെ വർക്ക് ചെയ്താൽ മതിയായിരുന്നു എന്നൊക്കെ. അപ്പോൾ നമ്മുടെ ഇനി നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന മക്കളോട് പുണ്യൊക്കെ ആ ഒരു തരത്തിൽ എന്തൊക്കെ ടിപ്സ് പറഞ്ഞു കൊടുക്കാണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ആദ്യം തിയറി നല്ല ബേസ് ഉണ്ടാക്കി വെച്ച് അങ്ങനെ അത് വിട്ടുകളയാൻ പാടില്ല. അതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുക, നന്നായി കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യുക. അപ്പം
തിയറി തന്നെ നമുക്ക് ചിലതൊന്നും മനസ്സിലാവില്ല. തിയറി ഫിസിക്സ് പ്രത്യേകിച്ച് മനസ്സിലാവില്ല. അപ്പൊ അത് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്താൽ നമുക്ക് എന്തായാലും അത് കിട്ടും. പിന്നെ തിയറി പിന്നെ റിവൈസ് ചെയ്യുന്നതിലും എത്രയോ നല്ലതാണ് കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ക്വസ്റ്റ്യൻ ചെയ്ത് നമ്മളെ ഒരു ലെവലിൽ എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് എനിക്ക് അറിയാന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് കിട്ടും. ബയോളജി ഒക്കെ വീണ്ടും വീണ്ടും വായിക്കാം. അത് ഞാൻ പഠിച്ചതാണ് എന്നുള്ളൊരു കോൺഫിഡൻസിൽ ഇരിക്കുമ്പോൾ നമുക്കത് ഉറപ്പായിട്ടും മറന്നു. അപ്പോൾ ബയോളജിക്കൊക്കെ റിവിഷൻ മസ്റ്റാ. എന്നും ബയോളജി വായിക്കണം. പിന്നെ ഇനോർഗാനിക് ആണെങ്കിലും എന്നും വായിക്കണം. കെമിസ്ട്രിയിൽ പിന്നെ ഫിസിക്സ് ആണെങ്കിൽ നമ്മൾ പെർട്ടിക്കുലർ ടോപ്പിക് നമുക്ക് അറിയാത്തതാണെങ്കിൽ തിയറി വായിക്കുന്നതിൽ എത്രയോ നല്ലത് ക്വസ്റ്റ്യൻ ചെയ്യുന്നതാണ്. ആ ക്വസ്റ്റ്യൻ ആയിരിക്കും ചിലപ്പോൾ നമുക്ക് നമ്മളിപ്പോൾ ഒരു എക്സാം എഴുതുകയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഞാൻ കണ്ടതാണല്ലോ, അത് ആ ഒരു ടോപ്പിക് ഓർക്കുന്നതിനേക്കാൾ എത്രയോ നമുക്ക് ഓർമ്മ നിൽക്കുക ആ ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ ആ പ്രാക്ടീസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഓർമ്മയിൽ നിൽക്കുക. ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ, നമ്മുടെ റേസിന്റെ ഹോസ്റ്റലിലായിരുന്നല്ലോ ഉണ്ടായിരുന്നത്, അപ്പോൾ അവിടെ ഫ്രണ്ട്സും വാർഡനും ഒക്കെ എത്രത്തോളം സപ്പോർട്ട് ചെയ്തു? ഫ്രണ്ട്സിനെ പറയുകയാണെങ്കിൽ എനിക്ക് ചെറിയ മാർക്കൊക്കെ കുറഞ്ഞ എനിക്ക് നല്ല സങ്കടം. അപ്പൊ ഇതൊന്നല്ല, ഇതിന് നല്ല ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. അങ്ങനെ കട്ട സപ്പോർട്ട് ചെയ്ത് എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. പിന്നെ ഹോസ്റ്റലാണെങ്കിൽ എല്ലാവരും പഠിക്കുന്ന ആംബിയൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ വാർഡനും കെയർടേക്കറും ഞങ്ങളുടെ സെക്യൂരിറ്റി ചേട്ടനും ഒക്കെ നല്ല സപ്പോർട്ടായിരുന്നു. അപ്പം ഹോസ്റ്റലാകുമ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകണം എന്നുള്ള ഒരു ഇതുണ്ടാവും. അപ്പം കുറേയൊക്കെ നല്ല ഹോസ്റ്റലായിരുന്നു ഞങ്ങളത്. അങ്ങനെ ഒരുപാട് പേരുടെ സപ്പോർട്ടോട് കൂടി, അതിലുപരി പുണ്യയുടെ ഹാർഡ് വർക്ക്, ലൈഫിൽ എന്തായാലും കുറേ കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്തുകൊണ്ടായിരിക്കും, കുറേ കാര്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ടാണ് ഈ ഒരു ഹാർഡ് വർക്ക് നടത്തിയതും അതിൻ്റെ റിസൾട്ട് എന്തായാലും നമുക്ക് കിട്ടി. ആ ഒരു റിസൾട്ടിൽ പുണ്യ മാത്രമല്ല ഞങ്ങൾ റേസും ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഇതേപോലെ പുണ്യയുടെ മുന്നോട്ടുള്ള ജേണിയിൽ എല്ലാ സക്സസ്സിലും ഞങ്ങൾ റേസ് കൂടെ ഉണ്ടാവും. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.